അത്ര ക്രൂരതയാ ശ്യാമയും അഖിലും ആ ജികെയും ചെയ്തത്. പിന്നെങ്ങനെ എന്റെ മോളുടെ മനസ്സ് ഇളകാതിരിക്കും? വിസ്മയുടെ എല്ലാ അസുഖവും ഭേദമാവട്ടെ. എല്ലാത്തിനും ഞങ്ങൾ എണ്ണി പകരം ചോദിക്കും. നിങ്ങൾ ഇവരുടെ ആരാ? എന്റെ ഫ്രണ്ട് അരുന്ധതി. ആദ്യം ഇതുപോലുള്ള ഫ്രണ്ടിനെ ഒഴിവാക്കുക ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് ഒപ്പം ഉണ്ടെങ്കിൽ ഈ പേഷ്യന്റിന്റെ രോഗം കുറയുകയല്ല, ഇരട്ടിക്കുക തന്നെ ചെയ്യും. നിങ്ങളിൽ നിന്ന് തന്നെ കേട്ട കാര്യങ്ങൾ ഞാൻ അനലൈസ് ചെയ്തു. ഈ കുട്ടിയെ ഈ അവസ്ഥയിൽ എത്തിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ ഒരാൾക്കാ, ഈ കുട്ടിയുടെ അമ്മയ്ക്ക്. ഇങ്ങനെ ചില അമ്മമാരുണ്ട്, അവരുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾ മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കും. ഇങ്ങനെയുള്ള അമ്മമാർ സ്വന്തം മക്കളുടെ കഴിവോ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ പരിഗണിക്കാറില്ല. മക്കൾക്ക് താല്പര്യമില്ലാത്ത മേഖലയിൽ അവരെ ഒന്നാമതെത്തിക്കുന്നതിനു വേണ്ടി അവർക്ക് വല്ലാത്ത പ്രഷർ കൊടുക്കും. ഒടുവിൽ എല്ലാ സ്ഥലത്തു നിന്നുമുള്ള പ്രഷർ സഹിക്കാനാവാതെ ആ മക്കളുടെ അവസ്ഥ ദേ ഇതുപോലിരിക്കും. ഇവിടെ അതിനേക്കാൾ വിചിത്രമായ സംഭവങ്ങളാണ് നടന്നത്. പാടാൻ കഴിവില്ലാത്ത ഒരാളെ മറ്റൊരാളുടെ ശബ്ദം വിലക്കെടുത്ത് പ്രശസ്തയാക്കി. അതിനുവേണ്ടി ഈ കുട്ടിയെ പോലുള്ള മറ്റൊരു പെൺകുട്ടിയെയും അതിന്റെ പാരന്റ്സിനെയും ഒരുപാട് വേദനിപ്പിച്ചു. ഒടുവിൽ എല്ലാ സത്യവും പുറം ലോകം അറിഞ്ഞു. എപ്പോഴായാലും അത് സ്വാഭാവികം. നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ കുട്ടിക്ക് എത്രമാത്രം മെന്റൽ പ്രഷർ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? അവസാനം എന്തായി? സ്വാഭാവികമായി പാടാൻ കഴിവുള്ള ശ്യാമ പ്രശസ്തയായി. വിസ്മയ ആരാധകരുടെ മുന്നിൽ തന്നെ പരിഹാസിയായി. ആ മെന്റൽ പ്രഷർ വിസ്മയയ്ക്ക് താങ്ങാനാവുന്നതിലും വലുതായിരുന്നു. മക്കൾ നമ്മുടേതാ, പക്ഷേ അവർക്ക് അവരുടേതായ വ്യക്തിത്വം ഉണ്ടെന്ന് ഇങ്ങനെയുള്ള പാരന്റ്സ് ഓർക്കണം. ആ മക്കൾക്ക് അവരുടേതായ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. അവരെ അവരായി വളരാൻ വിടുക, അതാണ് വേണ്ടത്. രക്ഷിതാവെന്ന നിലയിൽ സ്നേഹവും കരുതലും മാത്രം മതി. ആ മക്കൾ നന്നായി വളർന്നോളും. മനസ്സിലായോ? എന്തായാലും വിസ്മയക്ക് മെഡിസിൻ കഴിക്കേണ്ടി വരും. അത് കൃത്യമായി കൊടുക്കണം. കൗൺസിലിംഗ് വേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ.